ഇസ്രയേലും ഹിസ്ബുള്ളിയും തമ്മിൽ തുടരുന്ന അതിരൂക്ഷമായ യുദ്ധം ഇപ്പോൾ അതിന്റെ ഏറ്റവും നിർണായകവും പ്രതീകാത്മകവുമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തെക്കൻ ലബനനിലെ ചരിത്ര പ്രസിദ്ധമായ ബോഫോർട്ട് കോട്ട ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്തതോടെ മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായി. ഇരു വിഭാഗവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഈ തന്ത്രപ്രധാനമായ കോട്ട ഇപ്പോൾ ഒരു പ്രധാന യുദ്ധകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായും സൈനികപരമായും അതീവ പ്രാധാന്യമുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ പുരാതന കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ തെക്കൻ ലബനന്റെ വിശാലമായ പ്രദേശങ്ങളും വടക്കൻ ഇസ്രയേലിന്റെ അതിർത്തി മേഖലകളും വളരെ വ്യക്തമായി നിരീക്ഷിക്കാൻ സാധിക്കും. ഈ തന്ത്രപ്രധാനമായ സ്ഥാനം തന്നെയാണ് സൈനിക മേധാവിത്വം ഉറപ്പാക്കാൻ ഇരുവിഭാഗത്തെയും പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. കോട്ട കൈക്കലാക്കുന്നവർക്ക് ഈ മേഖലയിലെ വ്യോമകര യുദ്ധങ്ങളിൽ വലിയൊരു മുൻതൂക്കം ലഭിക്കുമെന്നത് തർക്കങ്ങളില്ലാത്ത കാര്യമാണ്. കോട്ടയ്ക്ക് മേൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം അവിടെ തങ്ങളുടെ പീരങ്കികളും നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കുകയാണ്. എന്നാൽ ഇസ്രയേൽ തങ്ങളുടെ പിടിമുറുക്കുമ്പോഴും തങ്ങൾ പരാജയം സമ്മതിക്കാൻ തയ്യാറല്ലെന്ന ശക്തമായ സന്ദേശമാണ് ഹിസ്ബുള്ള നൽകുന്നത്. ഇതിന്റെ ഭാഗമായി കോട്ടയ്ക്ക് മുകളിലൂടെ ഹിസ്ബുള്ള തങ്ങളുടെ അത്യാധുനിക തെർമൽ ഡ്രോണുകൾ പറത്തി ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇരുട്ടിന്റെ മറവിലും ശത്രുക്കളുടെ സാന്നിധ്യവും ചലനങ്ങളും കൃത്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന തെർമൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിലൂടെ തങ്ങളിപ്പോഴും ഈ യുദ്ധമേഖലയിൽ സജീവമാണെന്ന് ഹിസ്ബുള്ള തെളിയിക്കുന്നു. ഇസ്രയേൽ സൈന്യത്തിന്റെ ഓരോ നീക്കങ്ങളും തങ്ങളുടെ നിരീക്ഷണ വലയത്തിലാണെന്നും ഏത് നിമിഷവും ഒരു അപ്രതീക്ഷിത ആക്രമണം പ്രതീക്ഷിക്കാമെന്നുമുള്ള മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള ഇതിലൂടെ നൽകുന്നത്. ലബനൻ അതിർത്തിക്കുള്ളിലേക്ക് ഇസ്രയേൽ നടത്തുന്ന കരയുദ്ധം വൻതോതിൽ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. അതിർത്തി കടന്ന് ഹിസ്ബുള്ളിയുടെ താവളങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ സൈന്യം മുന്നേറുന്നത്. എന്നാൽ മലനിരകളും കോട്ടകളും നിറഞ്ഞ ഭൂപ്രകൃതി ഇസ്രയേൽ സൈന്യത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മറുവശത്ത് ഇസ്രയേലിന്റെ സൈനിക മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങളാണ് നടത്തുന്നത്. വടക്കൻ ഇസ്രയേലിലെ സൈനിക താവളങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ട് ദിവസേന 10,000-കണക്കിന് റോക്കറ്റുകളും ആത്മഹത്യാ ഡ്രോണുകളുമാണ് ലെബനനിൽ നിന്നും തൊടുത്തുവിടുന്നത്. ഇസ്രയേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ ഈ നീക്കം. ബോഫോർട്ട് കോട്ടയെ ചൊല്ലിയുള്ള ഈ പോരാട്ടം കേവലം രണ്ട് ശക്തികൾ തമ്മിലുള്ള പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതി അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ മറ്റു വൻ ശക്തികൾ ഈ യുദ്ധത്തിലേക്ക് നേരിട്ട് വലിച്ചിഴക്കപ്പെടാനുള്ള സാധ്യതകൾ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. യുദ്ധം ആരംഭിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും ഇരുപക്ഷത്തും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലെബനനിലെ സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. ഭൗമരാഷ്ട്രീയമായി മിഡിൽ ഈസ്റ്റിനെ ആകെ അസ്ഥിരപ്പെടുത്തുന്ന ഈ സാഹചര്യം ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണവിലയെയും മോശമായി ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കലുഷിതമായ അന്തരീക്ഷത്തിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര നയതന്ത്ര ശ്രമങ്ങൾ പിന്നാമ്പുറങ്ങളിൽ സജീവമായി നടക്കുന്നുണ്ട്. യുഎന്നും മറ്റു പ്രമുഖ പാശ്ചാത്യ അറബ് രാജ്യങ്ങളും ഇരുവിഭാഗത്തെയും വെടിനിർത്തലിന് പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായി യാതൊരു ഫലവും കാണുന്നില്ല. പരസ്പരമുള്ള കടുംപിടുത്തങ്ങൾ നയതന്ത്ര ചർച്ചകളെ എങ്ങും എത്തിക്കാതെ പരാജയപ്പെടുത്തുകയാണ്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ബോഫോർട്ട് കോട്ട ലെബനന്റെ പ്രതിരോധത്തിന്റെയും അതിജീവനത്തിന്റെയും വലിയൊരു പ്രതീകമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിലും ഈ കോട്ട പ്രധാനപ്പെട്ട ഒരു പോരാട്ടവേദിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതീകാത്മകമായ കേന്ദ്രം ശത്രുവിന്റെ കൈകളിൽ ഇരിക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ ഹിസ്ബുള്ളയ്ക്ക് രാഷ്ട്രീയമായി കഴിയില്ല. കോട്ട തിരിച്ചുപിടിക്കാൻ അവർ തങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിക്കുമെന്നത് ഉറപ്പാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് തങ്ങളുടെ വടക്കൻ അതിർത്തിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളിയുടെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കണം. അതിനായി ബോഫോർട്ട് കോട്ട പോലുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കേണ്ടത് അവരുടെ സൈനിക ആവശ്യമാണ്. ഇത് ഇരുവിഭാഗവും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമാക്കാൻ മാത്രമേ കാരണമാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ബോഫോർട്ട് കോട്ടയ്ക്ക് ചുറ്റുമുള്ള പോരാട്ടങ്ങൾ ഒട്ടും കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഇരുവിഭാഗവും കൂടുതൽ മാരകമായ ആയുധങ്ങളും കമാൻഡോകളെയും ഈ മേഖലയിലേക്ക് വിന്യസിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പീരങ്കികളും മിസൈലുകളും നിരന്തരം വർഷിക്കുന്ന ഒരു മരണമേഖലയായി ഈ ചരിത്ര കേന്ദ്രം മാറിയിരിക്കുകയാണ്.
തെക്കൻ ലെബനനിലെ ബോഫോർട്ട് കോട്ട ഇസ്രയേൽ പിടിച്ചെടുത്തതും അതിനെതിരെ ഹിസ്ബുള്ള നടത്തുന്ന പ്രതിരോധവും മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. തെർമൽ ഡ്രോൺ ദൃശ്യങ്ങളിലൂടെ ഹിസ്ബുള്ള നൽകിയ മുന്നറിയിപ്പ് വരാനിരിക്കുന്ന വലിയൊരു രക്തച്ചൊരിച്ചിലിന്റെ സൂചനയാണ്. ലോകരാജ്യങ്ങൾ ആശങ്കയോടെ നോക്കുന്ന ഈ യുദ്ധക്കളത്തിൽ സമാധാനം എന്ന് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഇപ്പോഴും പ്രവചനാതീതമാണ്.